ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇന്ത്യയിൽ ഏറ്റവും വലിയ അവാർഡായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ലാൽ സാറിന് ആദ്യം തന്നെ മനസ്സ് നിറഞ്ഞ് അഭിവാദ്യങ്ങളും ഒരു വലിയ നമസ്കാരവും. എൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നിവിടെ നിൽക്കുന്നതിന് ഒരു പ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ ഒരു തിരിച്ചു വരവിന് ശേഷം ആദ്യം പാടിയ ദൂരക്കിഴക്ക് തൊട്ട് അന്തിപ്പൊൻവെട്ടോ ആയാലും കസ്തൂരി എൻ്റെ കസ്തൂരി ആയാലും ഒന്നാം കിളി ആയാലും അങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ലാൽ സാറ് ആക്ട് ചെയ്ത് ആ പാട്ടുകൾ പാടുമ്പോഴൊക്കെ നമുക്ക് പാട്ടിനോടൊപ്പം തന്നെ ലാൽ സാറിൻ്റെ ആ സീനും ഓർമ്മിച്ചാണ് നമ്മൾ ആ പാട്ടുകളെ സ്നേഹിക്കുന്നത്. ആ പാട്ടുകളൊക്കെ അത്ര ഹിറ്റായതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് കേരള സ്റ്റേറ്റ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ കുറേ ലേഡി സിംഗേഴ്സ് ഉണ്ട്, പാടാൻ ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട്. ഞങ്ങളെ വിളിച്ചതിന് വലിയ താങ്ക്സ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുജിക്കും മക്കൾക്കും എല്ലാ ആയുസ്സും ആരോഗ്യവും എല്ലാ ഭാഗ്യവും ദീർഘായുസ്സും ഹെൽത്തും ഒക്കെ കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ലാൽ സർ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് റോൾസ് കാണണം. കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടേ ഇല്ല ലാൽ സാറിൻ്റെ ആക്ടിങ് കണ്ടിട്ട്. എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര കട്ട ഫാനാണ് ലാൽ സാറിൻ്റെ. ഞങ്ങളുടെ ഷൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരുമ്പോൾ ഇവർ കുട്ടികളുടെ അടുത്ത് പറയും മര്യാദയ്ക്ക് പാടിക്കൊള്ളണം, ലാൽ സാറിൻ്റെ പാട്ടുകൾ ശരിയായി പാടിയില്ലെങ്കിൽ സുജാ ചേച്ചി വയലൻ്റ് ആവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ലാൽ സാറിന് ഈ അവസരത്തിൽ വീണ്ടും എല്ലാ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു പാട്ടിലേക്ക് കടക്കുന്നു.